ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുത്ത് അഹോരാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും പ്രത്യാശയോടുകൂടെ നിത്യതയെ മാത്രം നോക്കി ഓടുന്ന ദൈവദാസന്മാർ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ചില എപ്പിസോഡിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വിഷയവുമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ വിഷയം അത്യന്ത ശക്തി എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ അത്യന്ത ശക്തി എന്ന വാക്ക് എല്ലാ സഭകളിലും എല്ലാ മീറ്റിങ്ങുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് അത്യന്ത ശക്തി. പക്ഷേ അത്യന്ത ശക്തി എന്ന പറയുന്ന വാക്കിനെ പല ടീച്ചിങ്ങും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ദൈവഭക്തന്മാർ വികലമായ രീതിയിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവചന ചിന്ത ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചെറിയ ദൈവിക ആലോചന, ഒരു പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ഒരിക്കൽ കൂടി തിരുവചനത്തോട് അടുപ്പിക്കുവാനും നിത്യതയോട് ചേർത്തണയ്ക്കുവാനും ഒരു പക്ഷേ അത് കാരണമായി തീർന്നെന്ന് വരാം. അതുകൊണ്ട് മാത്രമാണ് ഈ സന്ദേശം ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ച ഭാഗം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നു എങ്കിലും നശിച്ചു പോകുന്നില്ല. 10-ാം വാക്യം: യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു തിരുവചന ചിന്തയാണ് ഈ അത്യന്ത ശക്തി. പൗലോസ് പറയുന്ന ഒരു വാക്കാണ്, ഈ അത്യന്ത ശക്തി എൻ്റേതെന്നല്ല, ഞങ്ങളുടെ സ്വന്തം എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് കാണിക്കേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അത്യന്ത ശക്തി നമ്മൾ സാധാരണയായി നമ്മൾ കാണാറും കേൾക്കാറുമുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അത്യന്ത ശക്തി പ്രാപിക്കണം. എല്ലാ ഫാസ്റ്റിംഗ് പ്രയറുകളിലും ഈ അത്യന്ത ശക്തിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ടീച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മെസ്സേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൗലൂസ് ഈ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ മുകൾ ഭാഗം വായിച്ചാലും താഴോട്ട് വായിച്ചാലും ഈ അത്യന്ത ശക്തി എന്തിനു വേണ്ടിയാണ് ദൈവം ഈ മൺപാത്രത്തിൻ്റെ മേൽ തന്നിരിക്കുന്നത് എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാതെ പോകരുത്. ഈ മൺപാത്രം എന്നതിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെയാണ്. നമ്മുടെ അകത്തേക്ക് ഈ നിക്ഷേപം, ഈ അത്യന്ത ശക്തി പകരുന്നതിന് ഒരു കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ മൺപാത്രം എന്ന് പറയുന്നത് ബലഹീനമാണ്. ഒന്ന് തട്ടിയാൽ അപ്പടി പൊട്ടിപ്പോകും. ഇത് തന്നെയാണ് മനുഷ്യർ, ഇത് തന്നെയാണ് ഞാനും നിങ്ങളും. സാത്താൻ പലപ്പോഴും നമ്മളെ വന്ന് തട്ടാറുണ്ട്, മുട്ടാറുണ്ട് പല വിധത്തിൽ. കുറച്ചും കൂടെ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി പല വിഷയത്തിലും ഈ മൺപാത്രത്തിൽ വന്ന് പിശാച് നമ്മളെ സ്പർശിക്കാറുണ്ട്. നമുക്കറിയാം, മൺപാത്രങ്ങൾ തമ്മിൽ തന്നെ കൊണ്ടുവരുമ്പോൾ കച്ചി ഇടയിലിട്ടിട്ടാണ്
കൊണ്ടുവരുന്നത്. ഇത് തമ്മിൽ മുട്ടാൻ പാടില്ല. മുട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും പൊട്ടും. അത്ര ബലഹീനമാണ് ഈ മൺപാത്രം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത്, ഞാനൊരു ബലഹീന പാത്രമാണ്. ഈ ബലഹീനമായ പാത്രത്തിൽ ഈ അത്യന്ത ശക്തി പകരാനുള്ള കാര്യമെന്ത്? സ്തോത്രം. നമ്മൾ ശരിക്കും ഈ വചനത്തെ കുറിച്ച് വ്യക്തമായി നാം പഠിക്കണം. ഒരു അത്യന്ത ശക്തി പ്രാപിക്കുക എന്തിനു വേണ്ടിയാണ് പ്രാപിക്കുന്നു എന്നത് പലരും പറഞ്ഞു കൊടുക്കുന്നത് വ്യത്യസ്തമാണ്. വിദേശത്ത് പോയി ജോലി നേടാനാണോ അത്യന്ത ശക്തി പ്രാപിക്കുന്നത്? അല്ലെങ്കിൽ ഭൗതികമായ ഒരു നന്മയ്ക്ക് വേണ്ടിയാണോ ഈ അത്യന്ത ശക്തി പ്രാപിക്കുന്നത്? അല്ല, പൗലോസ് അങ്ങനെ അല്ല അവിടെ പറയുന്നത്. നിങ്ങൾ ആ ഭാഗം അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ മൺകൂടാരത്തിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തുണ്ട്? വിശുദ്ധന് ഇടുക്കമുണ്ട്. സകല വിധത്തിലും കഷ്ടത സഹിക്കുന്നവരാണ്. ഇത് ആരാ പറയുന്നത്? പോള. ഈ അത്യന്ത ശക്തി അകത്ത് പകർന്നവൻ പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത സഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ക്രിസ്തീയ ജീവിതം സകല വിധത്തിലും കഷ്ടത സഹിക്കുന്ന ഒന്നാണ്. 2, പൗലോസ് പറയുന്നു, എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ, ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്നതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത സഹിക്കുമ്പോഴും ഈ മൺപാത്രം ഇടുങ്ങിയിരിക്കത്തില്ല, തകർന്നു പോകത്തില്ല. കാരണം തകർന്നു പോകാത്തതിന് കാര്യം അകത്തൊരു അത്യന്ത ശക്തി എൻ്റെ അകത്തുണ്ട്. അത് എൻ്റേതല്ല, അത് ദൈവത്തിൻ്റെ ദാനമെന്ന് കാണിക്കേണ്ടതിന് ഈ മൺപാത്രത്തിൽ ഈ നിക്ഷേപം പകർന്നിരിക്കുന്നത് കൊണ്ട് സകല വിധത്തിലുമുള്ള കഷ്ടത ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ പോർക്കളത്തിൽ, സ്പിരിച്വൽ വാറിൽ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ഇടുങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഈ അത്യന്ത ശക്തി അകത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാണ്ട് അത്യന്ത ശക്തി അകത്ത് വരുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. നിങ്ങൾ തിരിച്ചറിയണം. പാപം നിറഞ്ഞ ലോകത്ത്, അധർമ്മം നിറഞ്ഞ ലോകത്ത്, ഒരു വിശ്വാസിക്ക് ഇവിടെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കാൻ പറ്റാത്ത ഈ ലോകത്ത്, ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ അവനെ നിർത്തിയിരിക്കുന്നത് ഈ അത്യന്ത ശക്തിയാണ്. നിങ്ങൾ എഫെസ്യ ലേഖനം വായിക്കണം, 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടണം. എന്തിനാ ശക്തിപ്പെടണം? ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. കണ്ടോ? അപ്പോൾ അനുദിനം ഈ മൺകൂടാരത്തിന്റെ അല്ലെ മൺപാത്രത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ശക്തികൾ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുവാൻ, വിശുദ്ധിയിൽ നിന്നും അകറ്റിക്കളയുവാൻ, വേർപാടിൽ നിന്നും അകറ്റിക്കളയുവാൻ പലവിധമാകുന്ന കഷ്ടങ്ങൾ കൂടെ നമ്മളെ കടത്തിവിടും. പക്ഷേ പോൾ പറയുന്നു, ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരണമെന്ത്? അകത്ത് ഒരു അത്യന്ത ശക്തി നമ്മിലുള്ളത് കൊണ്ടാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവദാസിയെ കുഞ്ഞെ, ജീവിതത്തിൽ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം ഇതൊരു പോർക്കളമാണ്, ഇതൊരു യുദ്ധക്കളമാണ്, ഇത് കളിക്കളമല്ല. പലരും ഈ അത്യന്ത ശക്തി ഉപയോഗിക്കുന്നത് കളിക്കളത്തിൽ നിന്നും കളിക്കുന്ന ഒരു പ്ലെയറിനെ പോലെയാണ്. അല്ല, ഇത് കളിക്കളമല്ല, ഇത് പോർക്കളമാണ്.
ഈ പോർക്കിടത്തിൽ ഈ മൺപാത്രത്തെ ഉടയ്ക്കാൻ ശത്രു വിവിധ തരത്തിലുള്ള കഷ്ടതകൾ കൊണ്ടിടും. അവിടെ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മുടെ ഭൗതികമായ മറ്റൊന്നുമല്ല, നമ്മുടെ കൂട്ടായ്മകളല്ല, പിന്നെയോ അകത്ത് പകർന്നിരിക്കുന്ന സ്വർഗീയ നിക്ഷേപം അത്യന്ത ശക്തിയത്രേ. ആമേൻ. ആകയാൽ ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ അത്യന്ത ശക്തി നിങ്ങളുടെ അകത്ത് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നിലനിൽക്കുവാനുള്ള, കഷ്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു അത്യന്ത ശക്തി എൻ്റെ അകത്ത് പകരണമെന്ന് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. 2 പോൾ പറയുന്ന അടുത്ത ഭാഗം ഇങ്ങനെയാണ്: ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട്, വിവിധ കഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ പറയുന്നു ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ട് മാറാൻ പ്രാർത്ഥിക്കണമെന്നല്ല, ഈ ബുദ്ധിമുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? അഭിമുഖീകരിക്കുന്നത്. ഏത് ബുദ്ധിമുട്ട് വന്നാലും ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കുടുംബജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, പിള്ളേരെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പല വിധത്തിലും ഔദ്യോഗിക മേഖലകളിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായി നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഈ മൺകൂടാരത്തെ പൊളിച്ചു കളയാൻ, അല്ലെങ്കിൽ മൺപാത്രത്തെ തകർത്ത് കളയാനുള്ള പിശാചിന്റെ പദ്ധതിയാണ്. പക്ഷേ അത് തകരാതിരിക്കണമെങ്കിൽ അകത്ത് ഒരു അത്യന്ത ശക്തി വേണം. ഇവിടെ പറയുന്ന വാക്ക് പൗലോസ് പറയുന്നു, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ആത്മീയ ജീവിതത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് നിരാശ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആത്മീയത്തിൽ ഇറങ്ങി വന്നു, വിശുദ്ധിക്കും വേർപാടിന് ഇറങ്ങി വന്നു, നിത്യതയെ നോക്കി ഇറങ്ങി വന്നു, എവിടേക്ക് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എവിടേക്കോ മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്നു, എവിടേക്കോ ജീവിതത്തിനകത്ത് ആശയറ്റവരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഒരു അത്യന്ത ശക്തി നിങ്ങളുടെ അകത്തില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അത്യന്ത ശക്തി വന്നാൽ നിങ്ങളുടെ നിരാശ നിങ്ങളെ വിട്ട് മാറിപ്പോകും. പിശാചിന്റെ അവസാനത്തെ തന്ത്രമാണ് നിരാശ. ആർക്ക് നേരെ? ഒരു വിശുദ്ധന് നേരെയുള്ള പിശാചിന്റെ അവസാനത്തെ ആയുധം നിരാശയാണ്. എത്ര പ്രാർത്ഥിക്കുന്നവനെ തകർത്ത് കളയാൻ നിരാശയ്ക്ക് കഴിയും. എത്ര വിശുദ്ധനെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനെ തകർത്ത് കളയാൻ നിരാശയ്ക്ക് കഴിയും. കാരണം നിരാശ ഒരുത്തന്റെ ഉള്ളിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിശാചിന്റെ ഒരു ആയുധം അവന്റെ ഉള്ളിനകത്ത് കയറിയതാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ജീവിതത്തിൽ ഒന്നിലും തകർന്നു പോകരുത്. ബുദ്ധിമുട്ട് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവുന്നേ. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതം നമ്മൾ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഒരുങ്ങി നിത്യതയെ മാത്രം നോക്കുന്ന ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവന് ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിരാശ നമ്മുടേതല്ല, അത് പിശാചിന്റെ ആയുധമാണ്. നിരാശയ്ക്ക് പകരം വിശ്വാസത്തിൽ ജ്വലിച്ചോളണം, വിശ്വാസത്തിൽ നിന്നോളണം, ആ വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കണം. എന്തെന്നറിയണ്ടേ? നിങ്ങളുടെ അകത്ത് ഒരു അത്യന്ത ശക്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അത്യന്ത ശക്തിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇത് തീരുന്നതല്ല, ഇത് ഒതുക്കാൻ നോക്കിയാൽ ഒതുങ്ങുന്നതല്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ നിരാശ കയറരുത്. ബുദ്ധിമുട്ടുകൾ വരാം, വിവിധ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകാം. ആര്? ഈ അത്യന്ത ശക്തി ചുമക്കുന്നവനെ തകർക്കുവാൻ, ആ മൺപാത്രത്തെ ഉടച്ചു കളയാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ആൻറ്റി, അങ്ങളെ കഴിയില്ല. വിശ്വാസത്തോടെ പറ. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി കൊണ്ട് ആത്മാവിൽ ജയമെടുത്ത് പ്രാർത്ഥിപ്പീൻ. ആ നിരാശ നിങ്ങളെ വിട്ടു മാറും. ആ നിരാശ മാറുമ്പോൾ പ്രത്യാശ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കാനിടയാകും. മേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കേട്ടോ, ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഇറങ്ങുമ്പോൾ, വചനത്തിൽ നിൽക്കുമ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകും.
പക്ഷേ എങ്കിലും പൗലൂസ് പറയുന്ന വാക്ക് എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആരുപേക്ഷിക്കുന്നില്ല? കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. കാരണം എന്താണ്? അകത്ത് ഒരു അത്യന്ത ശക്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നമുക്കൊരു നാഥനുണ്ട്. ഹല്ലേലൂയ. ഈ ചിന്ത എപ്പോഴാ വരുന്നത്? അകത്ത് ഒരു അത്യന്ത ശക്തി ജ്വലിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വന്നാൽ പുറത്തു വരുന്ന പോരാട്ടങ്ങൾ എന്ന് വെച്ചാൽ ഈ പാത്രമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വിശുദ്ധ പാത്രം. ആരാണ് വിശുദ്ധ പാത്രം? കർത്താവിന് വേണ്ടി ഇറങ്ങി കർത്താവിന്റെ കൽപ്പന പ്രകാരം നിന്ന് വിശുദ്ധിക്കും വേർപാടിന് വേണ്ടി നിത്യതയെ മാത്രം നോക്കി ഓടുന്ന ഒരു കൂട്ടം പാത്രങ്ങളുണ്ട്. അതിനെ തട്ടി ഉടച്ചു കളയാൻ ശത്രു പല പദ്ധതികൾ ഒരുക്കുകയാണ്. പക്ഷേ അവർക്ക് ആവശ്യമായിരിക്കുന്നതാണ് ഈ അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, പൗലൂസ് പറഞ്ഞ വാക്കെന്താണ്? എത്ര വ്യത്യസ്തമാണ്! ഹല്ലേലൂയ. സകല വിധത്തിലും കഷ്ടത സഹിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, നമ്മൾ നശിച്ചു പോകുന്നില്ല. എന്തൊക്കെ വന്നിട്ട് നമ്മളെ തകർത്ത് കളയാൻ പിശാചിന് കഴിയില്ല. അവൻ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടിടുന്നു, പക്ഷെ നമ്മൾ തകരുന്നില്ല. കാരണം എന്താ? നാം നിന്നതല്ല, ഈ അത്യന്ത ശക്തി നിർത്തിയിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ഈ നിക്ഷേപം ദൈവത്തിന്റെ ദാനമായി, കൃപയാൽ, യോഗ്യതകളൊന്നുമില്ല, കൃപയാൽ ദൈവം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും പൗലൂസ് പറയുന്ന വാക്കുണ്ട്, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആമേൻ. അപ്പോൾ ഞാൻ വീണാണ് കിടക്കുന്നത്, എങ്കിലും ഞാൻ നശിച്ചു പോകുന്നില്ല. ഒരു മരം, ചില മരങ്ങളൊക്കെ മൂടോടുകൂടെ മറിഞ്ഞു കിടക്കും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കിളിർത്ത് വരികയാണ്. നമ്മൾ വിചാരിച്ചു ഇത് തീർന്നെന്ന്. ഇല്ല, ഇതുപോലെയാണ് ഒരു ഭക്തൻ. ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഒരു ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയട്ടെ. ചിലയിടത്തൊക്കെ നിങ്ങളെ പിശാച് തള്ളിയിട്ട് കാണുമായിരിക്കാം. ഇന്ന് പകൽക്കാലം പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. കാരണം ഈ അത്യന്ത ശക്തി നമ്മെ ചവിട്ടിക്കളയുന്നതല്ല, തകർത്ത് കളയുന്നതല്ല, വീഴുമ്പോൾ തളർത്തിക്കളയുന്നതല്ല. ഈ അത്യന്ത ശക്തി നമ്മൾ എന്ത് ചെയ്യുന്ന പൗലൂസ് പറയുന്നത്, വീണ് കിടക്കുന്നവന് നശിച്ചു പോകുന്നില്ല. ആന്റി നശിച്ചു പോകത്തില്ല, അങ്കിളെ നശിച്ചു പോകത്തില്ല. ഈ അത്യന്ത ശക്തി ചുമക്കുന്ന നമ്മൾ നശിക്കാനല്ല ദൈവം നമുക്കിത് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും പൗലൂസ് പറയുന്ന ഓരോ വാക്കുകളും താഴോട്ട് നിങ്ങൾ വായിക്കണം. എത്ര മഹനീയമായ സന്ദേശമാണ്! ഞാൻ എന്തിനാണ് ഈ ദൂത് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്നത്? ചിലർ ചിന്തിക്കും, ആത്മീയ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഉള്ള അകത്തുള്ള വ്യക്തി ഭയങ്കര ഹൈ ആയിട്ട് പോകുമെന്ന. ചിലർ ചിന്തിക്കും, അയ്യോ കൈയടിച്ച് ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് ചർച്ചയിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകും. ഓരോ കഷ്ടതകൾ വരുന്നു. ദൈവമേ, എന്ത് ചിലർ പിന്മാറിപ്പോകുന്നു, ചിലർ പാപത്തിലേക്ക് പോകുന്നു, ചിലർ നിരാശരായി പോകുന്നു. വീണവർ അയ്യോ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ് ജീവിക്കുന്നില്ല. അകത്ത് അത്യന്ത ശക്തി തന്നിരിക്കുന്ന എന്തിനെന്നറിയണ്ടേ? നമ്മൾ തകരാനല്ല, അതിനകത്തൊരു ദൈവ പ്രവർത്തിക്ക് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, ദൈവദാസനെ, കുഞ്ഞെ, ജീവിതത്തിനകത്ത് ഈ അത്യന്ത ശക്തി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇനി ഈ അത്യന്ത ശക്തി നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉപവാസം ഇരുന്നാൽ മതിയോ? കാത്തിരിപ്പ് യോഗത്തിന് പോയാൽ മതിയോ? ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ തലയിൽ കരം വെച്ച ഉടൻ ശരീരം വൈബ്രേഷനായി കൈയടിച്ച് കുറെ സമയം ഇരുന്ന് അന്യഭാഷ, അതാണോ? അല്ല. ഈ അത്യന്ത ശക്തി വരുന്നത് നമ്മുടെ അകത്താണ്. അതെങ്ങനെ വരും? ഹൃദയം വിശുദ്ധമായിരിക്കണം, ഹൃദയം വിശുദ്ധമായിരിക്കണം, ജീവിതം വിശുദ്ധമായിരിക്കണം, ശരീരം വിശുദ്ധമായിരിക്കണം. ആ ശരീര വിശുദ്ധിയിലും ജീവിത രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരു വിശുദ്ധനായ ആ പാത്രത്തിനകത്ത് മാത്രമേ വിശുദ്ധമേറിയ ദൈവശക്തി പകരുകയുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നുകരുകയില്ല. ഇന്ന് പഴയ തുരുത്തി എന്ന് വെച്ചാൽ പഴയ ജീവിതം പോലെ തന്നെ. എന്നിട്ട് ഉപവാസത്തിൽ വന്നിരുന്ന് കൈയടിക്കുന്നു, ആരാധിക്കുന്നു,
എന്നിട്ട് പറഞ്ഞു ഞാൻ പ്രാപിച്ചു. എത്ര ദിവസം പോകുന്നു, എത്ര ആഴ്ച പോകുന്നു, എത്ര മണിക്കൂർ പോകുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എന്താ? പഴയ തുരുത്തിയ. പഴയതെന്ന് പറയുന്നത് പഴയ പാപമാണ്. ദൈവഹിതമില്ലാത്തത് പലതുമുണ്ട്. ഒരിക്കൽ മോശ ഹോരേബിലോട്ട് ചാടിക്കേറി. ദൈവം പറഞ്ഞിടാ മോശേ, നീ 40 വർഷം നടന്ന ആടുകളുടെ ഇടയിൽ നടക്കുന്നത് പോലെ ഇങ്ങോട്ട് കയറണ്ട. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. എനിക്ക് നിന്നിൽ എന്തെങ്കിലും ഒരു അത്യന്ത ശക്തി തരണമെങ്കിൽ നിന്റെ കാലിലെ ചെരുപ്പ് മാറ്റണം. മനസ്സിലായോ? ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വരുന്നത് ഒരു കൺവെൻഷനിലല്ല, ഒരു അന്യഭാഷ പറയുന്നതിനിടയിലല്ല, ഉപവാസ പ്രാർത്ഥനയിലല്ല. എപ്പോൾ ഒരു ദൈവ പൈതൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു, അവന്റെ അകത്ത് ദൈവശക്തി പകരുവാനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ചർച്ചിനകത്തുള്ള അന്യഭാഷയിൽ ദൈവശക്തി ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് കാണും ഇല്ലെന്ന് ഞാനല്ല പറയുന്നത്. വ്യക്തിപരമായി, പേഴ്സണലായി ഓരോ വ്യക്തികളും ദൈവശക്തി പ്രാപിക്കണം. എന്തിനു വേണ്ടി? ഈ മൺപാത്രത്തിൽ അനുദിനം വരുന്ന ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, നിരാശ വരാതിരിപ്പാൻ, വീണ് പോകുന്നിടത്ത് അവിടെ നശിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ അകത്തൊരു ദൈവശക്തി ഉണ്ടെങ്കിൽ പുതിയ ബലത്തോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് വരാൻ കഴിയും എന്നതിൻ്റെ അർത്ഥം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മുടെ നിത്യതയിലേക്ക് ആരെയും എത്തിക്കരുത്. ഈ ഭൂമിയിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പല വിധത്തിലും അവന്റെ ആയുധങ്ങൾ പറഞ്ഞു വിട്ട് ഒരു വിശുദ്ധന്റെ ജീവിതത്തെ തകർത്ത് നിത്യതയുടെ വഴി അടയ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പിശാചിനുള്ളൂ. ഇതിനെ ജയിക്കണമെങ്കിൽ ഈ അത്യന്ത ശക്തി അകത്ത് വേണം. പ്രൈസ്തലോ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇതുവരെയും നിങ്ങൾ ഈ അത്യന്ത ശക്തി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ജീവിതത്തിലെ പാപങ്ങൾ കഴുകി ശുദ്ധമാക്കുക. രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ, പരസ്യ ജീവിതത്തിലെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകലതും കളഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ മരിക്കുന്നത് വരെയും എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിൽ എനിക്ക് ജീവിക്കണം. അപ്പോൾ ഈ അത്യന്ത ശക്തി കിട്ടിയ ഉടൻ നന്മ വരും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഈ അത്യന്ത ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ദാണ്ടെ ശുശ്രൂഷ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. വേദപുസ്തകം നമ്മളങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞാൻ കുറേ മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. ഈ മെസ്സേജുകളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം. ഈ ഒറ്റ പോർഷൻ എടുത്തിട്ട് എവിടെയൊക്കെയാണ് നമ്മുടെ ദൈവദാസന്മാർ ഓടുന്നത്? ഏലിയാവിൻ്റെ അടുക്ക് ഓടും, മോശയുടെ അടുക്കൽ ഓടും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഈ അത്യന്ത ശക്തി ദൈവം നിനക്ക് തരുന്ന എന്തിനാണെന്ന്? ഒരു കൺവെൻഷൻ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഈ അത്യന്ത ശക്തി എന്തിനു വേണ്ടിയാണെന്ന്? ഇത് കൈയടിക്കാൻ വേണ്ടിയാണോ? ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അതൊക്കെ നടക്കട്ടെ, കൈയടിയൊക്കെ വരും. ഈ അത്യന്ത ശക്തി അകത്തുനിന്ന് ജ്വലിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകട്ടെ, അതിലൊന്നും തെറ്റല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ അകത്ത് ഈ ശക്തി വന്നാൽ മാത്രമേ ഈ മൺപാത്രത്തിന് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവദാസനെ, ദൈവദാസിയെ, ജീവിതത്തിനകത്ത് ബലഹീനതയുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തി നിൽക്കത്തില്ല, ഉറപ്പാ. പാപമുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തി നിൽക്കത്തില്ല. പിശാച് നമ്മളെ തോൽപ്പിക്കും. അവന്റെ തന്ത്രങ്ങൾ നമ്മൾ കുഴുകിപ്പോകും. അവൻ നമ്മളെ പരാജയപ്പെടുത്തും. അവന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിത്യത അടയ്ക്കുക. അടഞ്ഞു പോയാൽ നമ്മൾ ഈ ഓടിയതും അധ്വാനിച്ചതും ഇത്രയും വർഷം നമ്മൾ പാടിയതും കൈയടിച്ചതും വെറുതെ ആയിപ്പോകും. ആകയാൽ ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളുടെ ഹൃദയത്തോട് ആത്മാവ് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ഞെരുക്കം ഉണ്ടാകും,
നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ പലപ്പോഴും വീണു പോകും, നമ്മൾ തളർന്നു പോകും, ആത്മീയത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകും, ക്രിസ്ത്യ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകും. കടബാധ്യത ഉണ്ടാകും, നിന്ന കേൾക്കും, പരിഹാസം ഉണ്ടാകും, ഒറ്റപ്പെടലുണ്ടാകും. പക്ഷെ ഇതെല്ലാം ഉണ്ടായാലും നമ്മൾ നശിക്കൂല, നമ്മൾ ഇടുങ്ങിയവരല്ല, നമ്മൾ നിരാശപ്പെടുന്നില്ല. കാരണം എന്താ? ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ അകത്ത് കിടക്കുക. ആമേൻ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്. ഈ അത്യന്ത ശക്തി വരുമ്പോൾ അമേരിക്കയിലേക്കൊന്നും വിചാരിക്കരുത്, വിസ വരുമെന്ന് ചിന്തിക്കരുത്, 2 നില കെട്ടിടം കിട്ടുമെന്ന് ചിന്തിക്കരുത്, വലിയ വലിയ സംഭവമായി തീരുമെന്നൊന്നും ചിന്തിക്കരുത്. സുവിശേഷകന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ജനത്തെ തെറ്റിപ്പിക്കരുത്, നിത്യതയുടെ വഴി നിങ്ങൾ തടയരുത്. വചനം ഉള്ളതുപോലെ നിങ്ങൾ പഠിപ്പിക്കുക. കയ്യടിയിലല്ല, ബഹളത്തിലല്ല ദൈവം ഇറങ്ങി വരുന്നത്. ഒരു വചനം ഒരുത്തൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12:24 വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കേട്ടോ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അത് നിത്യജീവനായി സൂക്ഷിക്കും. കണ്ടോ? അപ്പോഴ് നമ്മൾ കൊടുക്കുന്ന വചനം ജനത്തിൻ്റെ ഹൃദയത്തിനകത്ത് ആ വിത്ത് ചാകണമെങ്കിൽ യഥാർത്ഥമായി ദൈവവചനം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിനകത്ത് എടുത്തു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി. എനിക്ക് തോന്നുന്നു ഏകദേശം 30 വയസ്സുള്ള ഒരു നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ ഒരു ബെഡിൽ കിടക്കുകയാണ്, ഒരു തറയിൽ പാവിരിച്ച് കിടക്കുകയാണ്. തൻ്റെ ഭാര്യ തന്നെ കളഞ്ഞിട്ട് പോയി, താൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുക. അപ്പോൾ പുള്ളി മദ്യപാനിയല്ല, ഒരു പനി വന്നിട്ട് മാറാതെ ഒരേ കിടക്കിൽ കിടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായി. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ബ്രദർ ഞാൻ പ്രാർത്ഥിക്കാം, യേശു നിങ്ങളെ വിടുവിക്കും, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചോട്ടോ. ഞാൻ കുറേ സമയം നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ ഞാൻ ഇനിയും വരാം, നമുക്കിനി അടുത്ത് കാണാം. പക്ഷേ ഒരു 10 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അടുത്ത കോൾ വന്നു, അവൻ ആത്മഹത്യ ചെയ്തു. ഒരു പക്ഷേ എൻ്റെ മുമ്പിൽ മദ്യപിക്കാതെ കിടത്തിയ ആ ചെറുപ്പക്കാരനെ സ്വർഗം എന്നെ കൊണ്ടുപോയി എന്തിനെന്നറിയണ്ടേ? വചനത്തിന്റെ വിത്ത് അവൻ്റെ അകത്തിട്ടിരുന്നു എങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് വളരെ വേദനിപ്പിക്കുവാനിടയായി. പരിശുദ്ധാത്മ പറഞ്ഞു, ഇതിന്റെ കണക്ക് നീ കൊടുക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, കുഞ്ഞെ, നിന്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയോട് ദൈവവചനം വ്യക്തമായി പറയണം. അതിനുവേണ്ടി ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കണം. അതിനകത്ത് നിങ്ങൾക്കൊരു പ്രാഗൽഭ്യമുണ്ടാകണം. സ്തോത്രം. ആ ഒരു ആത്മാവിനെ ഞാൻ നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇന്നും അത് ഓർക്കുമ്പോൾ ഒത്തിരി മാനസികമായ വേദന ഇന്നും ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ എന്തിനാണ് പറഞ്ഞത് ചോദിച്ചാൽ, വചനം ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. ഈ അത്യന്ത ശക്തി എന്ന് പറയുന്ന കൈയടിക്കാനുള്ളതല്ല. ആരാധിപ്പീൻ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കാനുള്ളതല്ല. ആ മൺപാത്രം ഒരു ദിവസം ചില ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകും. പലരും അവരെ തള്ളിയിടും, അവർ തകർക്കുന്ന അനുഭവങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ വരും. അന്ന് ഈ അത്യന്ത ശക്തിയാണ് അപ്രതിസന്ധിയുടെ മുമ്പിലും ആത്മമണ്ഡലത്തിൽ ഉറച്ചു നിർത്തേണ്ടത്. ഇത് നാം പറഞ്ഞു കൊടുക്കണം, ഇതവരെ പരിശീലിപ്പിക്കണം. ഈ അത്യന്ത ശക്തിയുടെ ബലമെന്ന് നിങ്ങൾ അവിടെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ഈ അത്യന്ത ശക്തി
നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് കാണിക്കേണ്ടതിന് ഈ നിക്ഷേപം ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ചതിയിലകപ്പെടരുത്. നിങ്ങൾ വെറുതെ എലിയാവിന്റെ കാര്യം പറയുമ്പോൾ എലിയാവിന് 2 ഇരട്ടി ശക്തി കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കും കിട്ടിയെന്നല്ല പറയുന്നത്. ശരിക്കും വിശുദ്ധമാകണം. വിശുദ്ധ പാത്രത്തിൽ മാത്രമേ വിശുദ്ധ ശക്തി വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. എത്രത്തോളം വിശുദ്ധി കാത്തു സൂക്ഷിക്കാമോ അത്രത്തോളം ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ ബലപ്പെടാൻ തുടങ്ങും. ഈ അത്യന്ത ശക്തി ബലപ്പെടാൻ തുടങ്ങുമ്പോഴാണ് പൗലൂസ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11 അധ്യായം 20 മുതൽ 27 വരെ നിങ്ങൾ വായിക്കണം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപ്രവമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദിയിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളുടെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ അനുഭവിച്ചതു കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. നോക്കണം പ്രിയമുള്ളവരെ, ഒരു അത്യന്ത ശക്തി ചുമന്നവൻ അനുഭവിച്ചത് പട്ടിണി പോലും, നഗ്നത പോലും, തുണി പോലും ഉടുക്കയില്ലെന്ന്, ആപത്ത്, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, എന്നിട്ട് സഭയെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന് വെച്ചാൽ പുള്ളിക്ക് എന്ത് സ്വസ്ഥതയുണ്ട്? പുള്ളി അത്യന്ത ശക്തി ചുമന്നൊക്കെയാണ്. കണ്ടോ? ഇതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ അത്യന്ത ശക്തി നമ്മിലേക്ക് വരുമ്പോൾ നമുക്കുള്ള പട്ടിണിയൊന്നും വലിയ വിഷയമാകാത്തതിന് കാര്യം അകത്തുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ്. പൗലൂസ് നഗ്നായിട്ട് പുള്ളിക്ക് കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? പുള്ളി കോടീശ്വരനായിരുന്നു. പുള്ളിക്ക് ഉടുക്കാൻ പോലും അവസാനം തുണി പോലും ഉണ്ടാകില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നോക്കുക, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കൂടെ നിന്നവർ, എന്നിട്ട് പുള്ളി അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അത്യന്ത ശക്തി അവനെ ബലപ്പെടുത്തുകയാണ്. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. അയ്യോ, അതുകൊണ്ട് ഇനി കപ്പലിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നില്ല. വീണ്ടും പറയുന്നു, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. അതുകൊണ്ട് ഞാൻ ഇനി സുവിശേഷം പറയുന്നില്ലെന്നല്ല, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും പുള്ളിയുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയിൽ പുള്ളി ജ്വലിച്ചു നിൽക്കുവാനിടയായി. ഇനി ഗലാത്യ ലേഖനം 2:20 വായിക്കും. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നു. കണ്ടോ? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്. അപ്പോൾ എന്റെ സുഖമല്ല ഈ അത്യന്ത ശക്തി വരുമ്പോൾ വരുന്നത്. ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെടുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ക്രൂശിക്കപ്പെടുമ്പോൾ അകത്ത് ദൈവശക്തി പകരും. അതാണ് അത്യന്ത ശക്തി. ഈ ജഡത്തെ ഇറക്കുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഒന്ന് നിർത്തുക ദൈവദാസന്മാരെ, സഭകളൊന്ന് നിർത്തുക. ജനത്തിനകത്ത് ജീവനുള്ള വചനത്തിന്റെ വിത്ത് വീഴട്ടെ. അവർക്കൊരു കഷ്ടത വന്നാലും പട്ടിണി വന്നാലും ക്രിസ്തുവിൽ നിലനിൽക്കത്തക്കവണ്ണമുള്ള ദൈവവചനം അകത്തിറങ്ങട്ടെ. അവിടെ അകത്ത് ദൈവശക്തി പകരത്തക്കവണ്ണം ദൈവവചനം വെളിപ്പെട്ട് വരട്ടെ. സ്തോത്രം. നിങ്ങൾ വായിക്കണം കേട്ടോ, പൗലൂസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ, അങ്ങനെ സമർപ്പിക്കുന്ന ഒരുത്തൻ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? അത്യന്ത ശക്തി അകത്തുനിന്ന് വെളിപ്പെടുകയുള്ളൂ. ഇല്ലാത്തവൻ പള്ളിക്കകത്ത് വന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് എല്ലാം നേടും, എന്നാ പിടിച്ചോ, അത് പിടിച്ചോ, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു പോകാൻ മാത്രമേ പറ്റൂ ദൈവദാസനെ.
സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കണം. നമ്മൾ കാരണം ആരും നിത്യത നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മുമ്പിൽ ഒരാൾ നമ്മുടെ അടുക്കൽ വന്നാലും അവരുടെ സുവിശേഷം, ദൈവവചനത്തിന്റെ വിത്ത് അകത്തിട്ട് കൊടുക്കണം. പുതിയ വിശ്വാസികൾ വരും, അവരെ ചേർത്തണയ്ക്കണം. അവർക്ക് പാല് കൊടുക്കേണ്ടടുത്ത് പാല് കൊടുക്കണം, കട്ടിയായിട്ടുള്ള ആഹാരം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അവരോട് ഈ ലേഖനഭാഗം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ആ ലെവലല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ കള്ളം പറയരുത്. ഈ അത്യന്ത ശക്തി എന്തിനാ? UK പോകാൻ വേണ്ടിയാണോ? വീട് വയ്ക്കാൻ വേണ്ടിയാണോ? ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാണോ പൗലൂസ് ഇവിടെ പറയുന്നത്? പൗലൂസ് പറയുന്നത്, ഞാൻ ഇത്ര വലിയ കഷ്ടതയിൽ കൂടെ പോകുമ്പോഴും എന്നെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നത് അത്യന്ത ശക്തിയാണ്. അതുകൊണ്ടാണ് പൗലൂസ് തൻ്റെ തല ഛേദിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വാളും സ്ഥലവും വെട്ടാൻ പോകുന്നവനെ കണ്ടിട്ട് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, തങ്ങൾ പ്രത്യാശ വയ്ക്കുന്ന ഏവർക്കും വേണ്ടി. എന്താ കാര്യം? പുള്ളിക്ക് മരണത്തെ ഭയമില്ല. കാരണം എന്താണ്? അത്യന്ത ശക്തി തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസന്മാരെ, കുഞ്ഞെ, ജീവിതത്തിനകത്ത് അത്യന്ത ശക്തിക്ക് വേണ്ടി കരയണം. അത്യന്ത ശക്തി നിങ്ങൾ പ്രാപിക്കണം. 2 കൈയടിയല്ല അത്യന്ത ശക്തി. കീബോർഡ് ഇട്ട് വായിച്ചിട്ട് നല്ല ട്യൂണിൽ ദൈവദാസന്മാർ പാടി അപ്പോഴുണ്ടാകുന്ന, ശരീരത്തിനകത്തുണ്ടാകുന്ന ഒരു സുഖമല്ല പരിശുദ്ധാത്മാവ്. ഈ പ്രതിസന്ധിയുടെ മുമ്പിലും, ഈ വേദനയുടെ മുമ്പിലും, ഏത് ഒറ്റപ്പെടലിന്റെ മുമ്പിലും വീണു പോകുന്നിടത്തും നിരാശപ്പെടാതെ, തളർന്നു പോകാതെ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവന് അകത്ത് വ്യാപരിക്കുന്നതാണ് ദൈവശക്തി. അതുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ദൈവസന്നിധി പ്രാപിച്ചെടുക്കണം. ഒരു വാക്യം കൂടി ഞാൻ പറയട്ടെ. 2 കൊരിന്ത്യരിലേക്ക് 1-8 വാക്യം. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന ഉള്ളിൽ നിർണയിക്കപ്പെടേണ്ടി വന്നു. കണ്ടോ? മരണത്തോട് പറ്റി വന്നപ്പോഴും ഭക്തന്റെ ഉള്ളറയ്ക്കകത്ത് അകത്ത് വ്യാപരിക്കുന്ന ശക്തി ജ്വലിക്കാനിടയായി. ആശ്രയം ദൈവത്തിൽ വെച്ചു. ദൈവദാസന്മാരെ, ആശ്രയം ദൈവത്തിലായിരിക്കും. നിങ്ങളുടെ അകത്ത് ഒരു അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവർ ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് ആത്മശക്തി വെളിപ്പെടണം. അത്യന്ത ശക്തി അത് പകരാൻ ദൈവം തയ്യാറാണ്. അതിനാവശ്യം ജീവിതത്തിൽ ശുദ്ധിയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണില്ല. അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ആ ദാനം, ഈ മൺകൂടാരത്തിൽ ഈ നിക്ഷേപം എന്നിലേക്ക് പകരണമെങ്കിൽ എൻ്റെ വയ്ക്കാൻ പോകുന്ന നിക്ഷേപ സ്ഥലം വിശുദ്ധമായിരിക്കും. അരുതാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ക്രൂശിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ക്രൂശിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പാപങ്ങളും എടുത്ത് കളയണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ അത്യന്ത ശക്തി എന്നിലേക്ക് വേണം. അപ്പോൾ ഈ അത്യന്ത ശക്തി എന്തിനാണ്? കൈയടിക്കാൻ വേണ്ടിയാണോ? അന്യഭാഷ പറയാൻ വേണ്ടിയാണോ? പ്രവചിക്കാൻ വേണ്ടിയാണോ? ഇതൊക്കെ നടക്കട്ടെ, അതൊക്കെ ഉണ്ടാകും, ഇതിൻ്റെ ഒരു പാർട്ടായിട്ട്. പക്ഷേ ഏറ്റവും പ്രധാനം, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, തകരുമ്പോൾ, ആശയറ്റുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, വീണ് കിടക്കുമ്പോൾ, അന്ന് നമ്മൾ ആത്മലോകത്ത് തകർന്നു പോകാതിരിക്കാൻ അകത്ത് ദൈവശക്തി ഉണ്ടാകും. ക്രിസ്തീയ ജീവിതം കളിക്കളമല്ല, പോർക്കളമാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു ആത്മശക്തി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഇനി എത്ര ദിവസം ആൻറ്റി നമ്മൾ കാണുമെന്നറിയില്ല, അങ്ങളെ കാണുമെന്നറിയില്ല, കുഞ്ഞെ കാണുമെന്നറിയില്ല. മരണം ഉറപ്പാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എപ്പോഴും വരുമെന്ന് നമുക്കറിയില്ല. സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ കാണാത്ത പലതും ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടു തുടങ്ങി. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ സകല നിവർത്തീകരണത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു വരാൻ പോവുകയാണ്.
ഒരുങ്ങിയിട്ടുണ്ടോ? കൈയടിക്കുന്നതല്ല അത്യന്ത ശക്തി. വിശുദ്ധ പാത്രത്തിൽ ദൈവം നിക്ഷേപം പകർത്തി വെക്കുന്നതാണ് അത്യന്ത ശക്തി. ആ ശക്തി പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. ചർച്ചയിൽ ചെല്ലുമ്പോൾ ഭയങ്കര ആരാധനയും അന്യഭാഷയും പ്രസംഗവും പ്രവചനവും അത്ഭുതവും രോഗശാന്തിയും കാണും. അത് വിട്ടിറങ്ങുമ്പോൾ ജീവിതത്തിൽ മലിനതകൾ, പാപങ്ങൾ, നിരാശകൾ, ഞരക്കങ്ങളുണ്ടോ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അകത്ത് അത്യന്ത ശക്തി വന്നിട്ടില്ല. അകത്ത് അത്യന്ത ശക്തി വരാത്തതെന്താണ്? ജീവിതത്തിലെ മലിനതകൾ, പാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ, ഭാരങ്ങൾ വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് പോകണമെങ്കിൽ നമുക്ക് അത്യന്ത ശക്തി ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയവരായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയനെ ഏൽപ്പിച്ച ഒരു ചെറിയ സന്ദേശം, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നത്. ഈ മൺകൂടാരം ഈ ഭൂമിയിൽ തകർന്നു പോകാതെ നിത്യത വരെ എത്തിക്കാനുള്ള ദൈവത്തിന്റെ അത്യന്തമേറിയ ശക്തി. പലപ്പോഴും ഞങ്ങൾ അശുദ്ധരായി തീരുമ്പോൾ, ദൈവഹിതമില്ലാതെ ജീവിക്കുമ്പോൾ ഈ അത്യന്ത ശക്തി ഞങ്ങളിൽ നിന്ന് തകർന്നു പോകാറുണ്ട്. പക്ഷേ കർത്താവെ, ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കണം. തെറ്റായ പഠിപ്പിക്കലിൽ കൂടെ, തെറ്റായ ആത്മീയ സാഹചര്യങ്ങളിൽ കൂടെ നിന്റെ കുഞ്ഞുങ്ങൾ പലരും ഇതിൽ തെറ്റിയിട്ടുണ്ട്. കർത്താവെ, ദൈവദാസന്മാർ ഞങ്ങൾ പലരും പലപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് ദൈവവചനത്തിന്റെ വ്യവസ്ഥ പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ഞങ്ങൾ കർത്താവെ ഇടുന്ന വിത്ത് അത് വീണ് ചാകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും കർത്താവെ. ചാകുന്നുവെങ്കിലോ അധിക ഫലം കായ്ക്കും കർത്താവെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന വചനം, ജീവനുള്ള വചനം കർത്താവ് വ്യക്തമായി കൊടുക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിരാശപ്പെട്ട് ഞെരുക്കത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവ് അവർക്കൊരു വിടുതൽ കൊടുക്കണം. ആരെങ്കിലും വീണ് കിടക്കുന്നെങ്കിൽ, നശിച്ചു പോയെന്ന് പറയുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അവരുടെ ആ കാഴ്ചപ്പാടുകൾ മാറി അവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഇവർ ധന്യരാകട്ടെ. ഈ സന്ദേശം മുഖേന ഒരു വ്യക്തിയുടെ പേരെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ കർത്താവെ, എന്റെ യജമാനന് ലാഭം ഒരു വ്യക്തിയിൽ കൂടെയെങ്കിലും കാണുവാൻ ഇടവരുത്തണം. ഇത്രയും സമയം കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് ഒരു വിടുതൽ കൊടുക്കണം. വരുന്ന ദിവസങ്ങൾ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ ശക്തമായി നിൽക്കുവാൻ എന്തൊക്കെ പ്രതികൂലം വന്നാലും, നഗ്നത വന്നാലും, രോഗം വന്നാലും, ദുരിതം വന്നാലും, പ്രതിസന്ധി വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, കർത്താവെ കൂട്ടു സഹോദരന്മാരായുള്ള പ്രയാസങ്ങൾ വന്നാലും, കർത്താവെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും ഇവരെ ഒരിക്കലും പിന്മാറിപ്പോകാതെ ജ്വലിക്കുവാൻ ഇവരെ ഇടവരുത്തണം. സഹായിക്കണം, കൃപ കൊണ്ട് മൂടണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ചെറിയ മാറ്റം ദൈവം നിങ്ങൾക്ക് വരുത്തി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ശരിക്കും ആത്മശക്തി പ്രാപിച്ചോണം. ഹൃദയശുദ്ധിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. വേറൊന്നിനും വേണ്ട. ദൈവമേ, ഈ അത്യന്ത ശക്തി എൻ്റെ അകത്ത് പകരണം. എന്തിന്? ഈ മൺകൂടാരം പൊട്ടിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ മൺപാത്രം തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്കിടെ ജീവിതത്തിന് മാറ്റം വരുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. യജമാനന് ലാഭമുണ്ടാക്കുവാൻ ഇത് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണുന്നവരെ കൃപയിൽ നമ്മളെ ദൈവം നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ.